മലയാളം ലേണിംഗ് അഭിമിസ് ആണ്. മക്കളെ, ഇതാ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണല്ലേ. അപ്പൊ ഈ ഇംഗ്ലീഷ് എക്സാമിന് നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തോട്ട്സ് എഴുതുക എന്ന് പറയുന്നത്. തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകളാണല്ലേ. അപ്പൊ നമ്മൾ പല ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദ ലാംഗ്വേജ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ലോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ തോട്ട്സ് അല്ലെങ്കിൽ ചിന്തകൾ എഴുതാനൊക്കെ തീർച്ചയായിട്ടും നമ്മളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ തോട്ട്സ് ചോദിച്ചാൽ എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതാണ് കഥ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ ക്യാരക്ടർ നിൽക്കുന്നത്, ഏത് സിറ്റുവേഷനിലുള്ള ചിന്തകളാണ്, തോട്ട്സ് ആണ് എഴുതേണ്ടത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളെ അവരുടെ സ്ഥാനത്ത് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്തൊക്കെ ചിന്തിച്ചേനെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തോട്ട്സിൽ എഴുതേണ്ടത്. അപ്പൊ ക്യാരക്ടറിനെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്റ്റോറിയും സിറ്റുവേഷനും നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എപ്പോഴും ചിന്തകൾ എഴുതുമ്പോഴുണ്ടല്ലോ ഐ, മീ എന്നൊക്കെയുള്ള ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ. എന്താണ് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഞാൻ, എനിക്ക് അല്ലെ, എനിക്ക് എന്താ അത് ചെയ്യാൻ പറ്റാതിരുന്നത്, അല്ലെ എന്നോട് എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ എനിക്ക്, ഐ, മീ എന്നൊക്കെയുള്ള ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലായിരിക്കണം എസിന്റെ കുട്ടികൾ എന്ത് എഴുതേണ്ടത്? തോട്ട്സ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ക്യാരക്ടറിന്റെ ശരിക്കുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ തോട്ട്സിൽ എഴുതേണ്ടത്. സോ ക്യാരക്ടറിന്റെ ട്രൂ ഫീലിങ്സ് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ ഏതാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, ക്യാരക്ടറിന്റെ സ്വഭാവം മനസ്സിലാക്കുക, ഏത് സിറ്റുവേഷനിലാണ് നമ്മുടെ ക്യാരക്ടർ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ തോട്ട്സ് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഇവാൻ കുഡ് നോട്ട് ഫോർഗെറ്റ് ഹിസ് ഡേയ്സ് ഈവൻ ദോ ഹി ബിക്കം എ കിങ് ഓഫ് ദ കൺട്രി. അതായത് ഇവാൻ കുട്ടൻ രാജാവായെങ്കിലും പഴയ കാലത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിന് മറക്കാൻ പറ്റുന്നില്ല. ഇവാന് പഴയ കാലം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പണ്ട് ഞാൻ ജീവിച്ചിരുന്ന സാഹചര്യത്തെ പറ്റിയിട്ട് മറക്കാൻ പറ്റുന്നില്ല. സോ അൺഹാപ്പി തോട്ട്സ് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്. അപ്പോ ആ പഴയ കാലത്ത് ഒരു സന്തോഷമില്ലാത്ത അല്ലെ അൺഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ചിന്തകള് നമ്മുടെ ഇവാന്റെ മനസ്സിലേക്ക് വന്നു. എങ്ങനെയായിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ ഇവാൻ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, റൈറ്റ് ദ തോട്ട്സ് ഓഫ് ഇവാൻ. ഇവാന്റെ തോട്ട്സ് എഴുതാനാണ് നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മെർച്ചന്റ് ഇവാനെ കൊണ്ട് ഓരോരോ ജോലി ചെയ്യിപ്പിക്കുന്നു അല്ലെ, പാത്രങ്ങൾ കഴിക്കുന്നു, അതുപോലെ തന്നെ ഫയർവുഡ് സൃഷ്ടിക്കുന്നു, തുണി അലക്കിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ആ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ചിന്തിച്ചിട്ടിരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ തോട്ട്സിൽ എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു തോട്ട്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഹൗ ലക്കി ഐ ആം ഇൻ ദിസ്, how lucky I am that this country is in my hands today. എന്താണ്? ഇന്ന് ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്, കാരണം ഈ രാജ്യം മൊത്തം ഇന്ന് എന്റെ കയ്യിലാണ് അല്ലെ. പക്ഷെ എന്റെ പഴയ ദിവസങ്ങളോ, ഓൾഡ് ഡേയ്സ് എങ്ങനെയാണ്, അത് എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താ? കുറെ കഷ്ടപ്പാടിന്റെ ദിവസങ്ങളായിരുന്നു അല്ലെ, സങ്കടത്തിന്റെ ദിവസങ്ങളായിരുന്നു, ഹങ്കറിന്റെ, വിശപ്പിന്റെ ദിവസങ്ങളായിരുന്നു. ഐ ഡിഡ് സോ മെനി വർക്ക്സ്. ഞാൻ കുറെ ജോലികൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ക്ലീനിങ് ദ ഡിഷസ്, ഗോയിങ് ടു ദ മിഡിൽ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് കളക്ടിങ് ഫയർവുഡ്. എന്താണ്? പാത്രങ്ങൾ കഴുകുന്നു, അതുപോലെ തന്നെ കാട്ടിൽ പോയിട്ട് ഫയർവുഡ് ശേഖരിക്കുന്നു, വിറകുകൾ ശേഖരിക്കുന്നു. എനിക്കിതൊന്നും ആലോചിക്കാൻ പോലും, ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല, അത്രയധികം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അല്ലെ. ഐ യൂസ് ടു വാഷ് മാസ്റ്റേഴ്സ് ക്ലോത്ത്സ് അല്ലെ. നമ്മുടെ മാസ്റ്ററിന്റെ ക്ലോത്ത്സ് വരെ ഞാൻ, അല്ലെങ്കിൽ മെർച്ചന്റിന്റെ വസ്ത്രങ്ങൾ വരെ ഞാൻ അലക്കിയിരുന്നു. താങ്ക് ഗോഡ് ഐ എം ലക്കി നൗ. പക്ഷെ ഇന്ന് ഞാൻ ലക്കിയാണ്, അതിലെ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പണ്ട് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവൻ നോക്കുന്നത്, ഇവൻ ചിന്തിക്കുന്നത് അല്ലെ, തോട്ട്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ക്യാരക്ടർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ കഥ അനുസരിച്ചുള്ള തോട്ട്സ് വേണം എഴുതാൻ. നമ്മൾ ആ ക്യാരക്ടറായി മാറിയിട്ട് നമ്മൾ എന്തൊക്കെ ചിന്തിക്കാം, അല്ലെങ്കിൽ നമ്മളാണ് ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ചിന്തിക്കാം എന്നുള്ള കാര്യങ്ങൾ വേണം എഴുതാൻ. അപ്പൊ എങ്ങനെയാണ് തോട്ട്സ് എഴുതേണ്ടതെന്ന് മിസ്സിന്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ തോട്ട്സ് എഴുതാൻ ചോദിച്ചാൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്യാരക്ടറിന്റെ ട്രൂ ഫീലിംഗ്സ് നമ്മൾ ഓർക്കുക, അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ എഴുതാൻ നോക്കുക, കഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം നമ്മൾ എഴുതാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മിസ്സിന്റെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള വീഡിയോസും ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇന്ന് വൈകിട്ട് കൃത്യം 7:30 നമ്മുടെ ലൈവിൽ അറ്റൻഡ് ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലൈവിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.